2019 ഇലക്ഷൻ കാലം ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലത്തിൽ രാജ്യാന്തര മാധ്യമ സ്ഥാപനമായ BBC അവർക്കായി ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് സ്വഭാവത്തിൽ വീഡിയോ തയ്യാറാക്കാൻ നിയോഗിച്ചത് മുൻനിര ജേർണലിസ്റ്റുകളെ ആരെയുമായിരുന്നില്ല. പകരം ഒരു 24 വയസ്സുകാരൻ യൂട്യൂബർ. വാരണാസി മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളും 5 വർഷം മോദി ആ മണ്ഡലത്തിൽ എന്ത് നടപ്പാക്കിയെന്നും തിരക്കി ജനങ്ങൾക്ക് മുന്നിലെത്തി. ടെലിവിഷൻ ജേർണലിസത്തിന്റെ കൺവെൻഷണൽ ശൈലിയോ ശരീരഭാഷയോ പിന്തുടരാത്ത ആളായിരുന്നു ആ സെൻസേഷണൽ യൂട്യൂബർ. അത് ധ്രുവ് റാട്ടിയായിരുന്നു. ആരാണ് ധ്രുവ് റാട്ടി? എന്തുകൊണ്ടാണ് ധ്രുവ് റാട്ടി എന്ന പേര് വർത്തമാനകാല ഇന്ത്യയിൽ ചർച്ചയാകുന്നത്? ട്രാവൽ കോണ്ടന്റുകൾ ചെയ്താണ് ധ്രുവ് റാട്ടി യൂട്യൂബ് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് കടന്നു വന്നത്. പിന്നീട് എക്സ്പ്ലെയിനറിലേക്കും ഫാക്ട് ചെക്കിങ്ങിലേക്കും ധ്രുവ് വഴിമാറി. ബി.ജെ.പി ഗവൺമെന്റ് അധികാരത്തിലേറിയ അതേ വർഷം 2014 ഒക്ടോബറിലാണ് ധ്രുവ് തന്റെ ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ബി.ജെ.പി എക്സ്പോസ് ലൈവ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്ന ടൈറ്റിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ അതിന് വിപരീതമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിഷ്വൽ കലർത്തിയുള്ള മ്യൂസിക്കൽ വീഡിയോയിലൂടെ ധ്രുവ് പുറത്തുവിട്ടു. തന്റെ ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഒന്നാം മോഡി സർക്കാരിന്റെ കാലത്ത് സംഘപരിവാർ ബി.ജെ.പി ഭാഗത്തു നിന്ന് വരുന്ന വ്യാജ വാർത്തകളെ വിമർശിച്ചുകൊണ്ടുള്ള ധാരാളം വീഡിയോകളുമായി ധ്രുവ് എത്തി. രാജ്യം ചർച്ച ചെയ്ത സുപ്രധാന വാർത്തകൾ പലതും വീഡിയോയ്ക്ക് വിഷയങ്ങളായി. ഉറി ഭീകരാക്രമണം, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായത്, ധനകാര്യ ബിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ്, അങ്ങനെ പല വിഷയങ്ങളിലും ധ്രുവ് ബി.ജെ.പിയെ നിശിതമായി വിമർശിച്ചു. മോദിയുടെയും രാഹുലിന്റെയും പ്രസംഗങ്ങളിൽ ആരായിരുന്നു മികച്ചത്, കറൻസി നിരോധനം കൊണ്ട് ആർക്കാണ് ലാഭമുണ്ടായത്, അങ്ങനെ പല കാര്യങ്ങളിലും സധൈര്യം അഭിപ്രായം പ്രകടിപ്പിച്ചു. സങ്കീർണമായ ഏതൊരു വിഷയത്തെയും ലളിതമായ വാക്കുകളിൽ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ധ്രുവിന്റെ വീഡിയോയുടെ ഒരു പ്രത്യേകത. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും സംസാരിക്കുന്ന ഹിന്ദിയിലാണ് ധ്രുവ് സംസാരിക്കുന്നത്. വീഡിയോ ഫോർമാറ്റിൽ സംവദിക്കുന്നു എന്നതും സാധാരണക്കാരിലേക്ക് തന്റെ വീഡിയോ എത്താൻ ധ്രുവ് റാട്ടിയെ സഹായിക്കുന്നു. എന്നാൽ ധ്രുവിന് കിട്ടിയ സ്വീകാര്യത ബി.ജെ.പി സൈബർ ഇടങ്ങളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത്. അദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനുകളും സൈബർ ആക്രമണങ്ങളും തുടങ്ങി. ഇതെല്ലാം ധ്രുവ് റാട്ടിയെ കൂടുതൽ കരുത്തനാക്കുകയും ധ്രുവിന്റെ വീഡിയോകളുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയും മാത്രമാണ് ചെയ്തത്. കൂടാതെ 32,000 പെൺകുട്ടികളെ IS-ലേക്ക് കടത്തിയെന്ന കേരളത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളുമായി ഇറങ്ങിയ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ വസ്തുതകൾ നിരത്തി വീഡിയോയുമായി ധ്രുവ് എത്തിയതോടെ മലയാളികൾക്കിടയിൽ ധ്രുവ് കൂടുതൽ സുപരിചിതനായി. 19 മില്യൺ ആളുകൾ ആ വീഡിയോ കണ്ടു. കേരള സ്റ്റോറി ഏറ്റവും കൂടുതൽ പണം നേടിയ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇതിനെ പ്രതിരോധിച്ച് ഹിന്ദി ഭാഷയിൽ ധ്രുവ് തയ്യാറാക്കിയ വീഡിയോ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. 2024 ഫെബ്രുവരി 22 ഈസ് ഇന്ത്യ ബിക്കം എ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന ടൈറ്റിലിൽ ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ അതിവേഗം ട്രെൻഡിങ്ങിൽ കയറി. റഷ്യയുടെ വ്ളാഡിമിർ പുടിനോടും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിനോടുമാണ് നരേന്ദ്രമോദിയെ ധ്രുവ് താരതമ്യം ചെയ്യുന്നത്. ദി ഡിക്റ്റേറ്റർഷിപ്പ് എന്ന വീഡിയോ 2 കോടിയിലധികം പേർ കണ്ടു. ധ്രുവ് റാട്ടി എന്ന ഹാഷ്ടാഗ് തുടർച്ചയായ ദിവസങ്ങളിലെ എക്സ് ട്രെൻഡിങ്ങിൽ ലിസ്റ്റിൽ വന്നു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഏതൊരു സാധാരണക്കാരനും വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചതായിരുന്നു. തന്റെ ലളിതമായ ശൈലിയിൽ എക്സാജറേഷൻ ഒന്നുമില്ലാതെ അവതരിപ്പിച്ച വീഡിയോ 14 മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടത്. തിരഞ്ഞെടുപ്പുകളിലെ അട്ടിമറി സാധ്യത, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി നേതാവിന്റെ കാറിൽ നിന്ന് EVM കണ്ടെടുത്ത സംഭവം, 19 ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായ സംഭവം, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ വീഡിയോകളുമായി ധ്രുവ് വീണ്ടും കളം നിറഞ്ഞു. ഏപ്രിൽ മാസം ആദ്യം ഇറങ്ങിയ ദി ഡിക്റ്റേറ്റർഷിപ്പിന്റെ 2ാം ഭാഗത്തിൽ കേജ്രിവാളിന്റെ അറസ്റ്റിനെക്കുറിച്ചും കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ നരേന്ദ്രമോദിയെയും ബി.ജെ.പിയും ചോദ്യം ചെയ്യുന്ന വീഡിയോ കണ്ടന്റുമായി ധ്രുവ് നിലയുറപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാസം 10 വീഡിയോകൾ മാത്രം പോസ്റ്റ് ചെയ്യുന്ന 16.6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ധ്രുവ് റാട്ടിയുടെ യൂട്യൂബ് അക്കൗണ്ട് കഴിഞ്ഞ 8 വർഷം കൊണ്ട് NDTV, ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയകളുടെ യൂട്യൂബ് അക്കൗണ്ടുകളേക്കാൾ ഫോളോവേഴ്സിനെ നേടിയെടുത്തു. ഇതിൽ നിന്ന് ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരന്റെ സ്വീകാര്യത തിരിച്ചറിയാം. രാജ്യത്തെ മുൻനിര മാധ്യമങ്ങളിലേറെയും കോർപ്പറേറ്റ് നിയന്ത്രിതമാവുകയും മോദി ഭരണകൂടത്തോട് സമ്പൂർണ്ണ വിധേയത്വം ആവർത്തിക്കുകയും ചെയ്യുന്നിടത്താണ് മോദിയുടെ 3ാം അംഗത്തിലും ക്രിയാത്മക പ്രതിപക്ഷമായും ഒറ്റയാൾ പട്ടാളമായും ധ്രുവ് റാട്ടി നിലയുറപ്പിക്കുന്നത്.